എല്ലാവർക്കും ശ്രേയസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന തെള്ളിയൂർക്കാവിലാണ്. ഇത് അമ്പലമാണെന്ന് പറഞ്ഞോളൂ. പക്ഷെ പല പല രീതിയിലുള്ള ഫ്ലവേഴ്സ്, പല രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ കുറേ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുറേ ചെടികൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെഡ് കളറാണ്. ഇത് റോസ് നല്ല രസമുണ്ട്. റോസ് മാത്രമല്ല ചക്ക, റംബൂട്ടാൻ, അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള പല സാധനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ ഓരോത്തിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ അപ്പുറത്താണുള്ളത്. പയ്യനെ നടന്ന് കാണിച്ചു തരാം. ഇത് ഫ്ലവേഴ്സ് ഒക്കെ കണ്ടോ, ഏറ്റവും വലിയ ഫ്ലവർ ഇതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് മുള്ളാണ്, നമുക്ക് എനിക്ക് തൊടാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം എനിക്കിത് തൊടാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് തൊടാൻ പറ്റും. അവിടെയുള്ള എനിക്ക് തൊടാൻ പറ്റത്തില്ല കേട്ടോ, കാരണം അതിങ്ങനെ തൊടാനൊന്നും പറ്റാത്ത. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇത് കണ്ടോ, ഇതൊരു സാധനമാണ്. ഇതിന്റെ പേര് എന്താ, ഇതിന്റെ പേരാണ് നമ്മുടെ ഇതിന്റെ പേര് മറന്നു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടൊക്കെയാണ്, പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതെന്തുവാ, ഇതെന്തോ പോലത്തെ ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ നെയിം ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഫ്രൂട്ടിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ, ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടാ. പിന്നെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുറെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെന്തോ ഫ്രൂട്ടാ, റംബൂട്ടാനാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ റംബൂട്ടാനാന്ന് തോന്നുന്നു കേട്ടോ, റംബൂട്ടാനാന്ന് തോന്നുന്നത്. കണ്ടോ, അവരോ ഇത് കൊടുത്തിട്ടുണ്ട്, റംബൂട്ടാനാന്ന് തോന്നുന്നു എനിക്കിത് കണ്ടോ. ഇത് കണ്ടോ, ഇതിന്റെ പേര് എബിയു എന്നാണ് പേര്. ഇതാണ് ഗൈസ്. ഇതെന്തോ ഇത് കണ്ടോ ഗൈസ്, ഇതെന്തോ പരാന്നോ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പല പല ഫ്രൂട്ട്സിന്റെ വെച്ചാൽ എനിക്കിഷ്ടമുള്ളൊരു ഫ്രൂട്ടിന്റെ സാധനം കണ്ടേ, ചക്കയുടെ ഒക്കെ ഞാൻ കണ്ടു ഗൈസ്. ചക്ക അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, ഉണ്ട പോലെ ഇരിക്കുന്ന ഈ സാധനം എന്തോ എനിക്ക് അറിഞ്ഞൂടാ, അതൊന്നും കൊടുത്തിട്ടില്ല അവര്. ലെമൺ അതോ, ഇത് കണ്ടോ, ഇതാ ഗൈസ്, ഇത് പേരയ്ക്കുണ്ട്. പേരയ്ക്കുണ്ട്. പിന്നെ ഫ്ലവേഴ്സ്, അത് കണ്ടോ, ഇത്ര ഫ്ലവേഴ്സ്. ഇത് എൻ്റെ വീട്ടിലുള്ള കാര്യത്തിലാണ്. പിങ്കില്ല, എൻ്റെ വീട്ടിൽ പിങ്കില്ല, പക്ഷെ ചുമപ്പൊക്കെ എൻ്റെ വീട്ടിലുണ്ട്, വെള്ള എൻ്റെ വീട്ടിലില്ല. ഇത് കണ്ടോ, ചുമപ്പ് എൻ്റെ വീട്ടിലുള്ളതാണ്, പക്ഷെ വെള്ളയും പിങ്കും എൻ്റെ വീട്ടിലില്ല. അപ്പം ഇത് കണ്ടോ, ഇത് ഒരു സൺഫ്ലവർ പോലെ ഇരിക്കും. അപ്പോൾ സൺഫ്ലവർ പോലെയാണ് അവിടുത്തെ ഇരിക്കുന്നത്. പിന്നെ ഇത് ഫ്ലവർ കണ്ടോ, ഇത് ഫ്ലവർ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സാധനമാണ്. ഇതിൻ്റെ ഡാർക്ക് റെഡാണ്, നമ്മുടെ റെഡിൻ്റെ ഡാർക്ക് റെഡും പിന്നെ നമ്മുടെ വെള്ളയുണ്ട്. ഇത് കണ്ടോ, നല്ല വെള്ളയാണ്, ഡാർക്കും ഉണ്ട് വെള്ളയുണ്ട്. പിന്നെ ഇത് കണ്ടോ, പൂ, ഒരു കുഞ്ഞപ്പൂവാണ്. നമുക്ക് വലിയ പൂവൊന്നും ഇല്ല, ഇത് കുഞ്ഞപ്പൂ, നമുക്ക് എടുക്കാനൊക്കെ പറ്റും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മുടെ വീട്ടില് ഇല്ലാത്ത സാധനം വരെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, മുള്ളാണ്. ഇത് കണ്ടില്ലേ നിങ്ങൾ, എനിക്ക് തൊടാൻ പറ്റത്തില്ല ഗൈസ്, തൊടാൻ പറ്റൂല, മുള്ളെൻ്റെ കൈ കൊണ്ട് ഞാൻ തൊടുന്നില്ല. ഇത് കണ്ടോ, ഞാൻ വരുന്ന ടൈമിലാണ് ഒരാളെ കണ്ടത്, ചക്കേനെ ചക്കേനെ കണ്ടു ഗൈസ്. അതുകൊണ്ട് കിടക്കുന്നു. ഇതാണ് ചക്ക, പരത്തി കിടക്കാ ഗൈസ്. ഓൾഡി ഉണ്ട് കണ്ടോ, ഇവിടെ ഉണ്ട്, ഇതുണ്ട് പല ചക്ക. ഇതുണ്ട് ഗൈസ്, നല്ല രസമാണ് ഗൈസ് തൊടാനും. ഇതുണ്ടോ, ഇവിടെ ഉള്ള നല്ല സിന്ധു പോലെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ വളർന്നു വരുന്നുള്ളൂ. ഇത് പറിക്കാം ഗൈസ്.
അപ്പോൾ ഹലോ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. ഇവിടെ കണ്ണാടിയൊക്കെ ഉണ്ട് ഗൈസ്. അത് മാത്രമല്ല നമുക്ക് കീച്ചേനും കിട്ടും. കീച്ചേൻ്റെ പേര് അങ്ങ് നിൽപ്പുണ്ട്. അത് കീച്ചേൻ എന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ കൊടുത്താൽ മതി, അപ്പോഴേക്ക് അവർ പേരെഴുതി തരും. ഇതാതോ അവിടെ കണ്ടോ, കാണിച്ചു തരാം. ലവിൻ്റെ ഷേപ്പുള്ള കളറുള്ള കീച്ചെയിൻസ് ആണ്. പല കീച്ചെയിനും ഉണ്ട്. പിന്നെ ഐസ്ക്രീം, അതെല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ മയിൽപീലികളുണ്ട്. ഞാൻ ഇത് ആദ്യത്തെ ഭാഷയല്ല ഇവിടോട്ട് വരുന്നത്. ഞാൻ നേരത്തെ ഒരു ഭാഷം വന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഭാഷയാണ് കേട്ടോ. പക്ഷേ ഇവിടുന്ന് കുറേ സ്ഥലത്തായിട്ട് കടലുണ്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധ പോയത് എവിടോട്ടാണെന്ന് കാണിച്ചു തരാം. ടോയ്സിലോട്ടാണ് എൻ്റെ ശ്രദ്ധയെല്ലാം പോയത്. കാരണം അതെല്ലാ പിള്ളേർക്കും അങ്ങോട്ടേ പോകത്തുള്ളൂ. ഞാൻ അവിടുന്ന് ടോയ്സ് വാങ്ങിയില്ല. വേറെ സ്ഥലത്തു നിന്ന് ടോയ്സ് ഞാൻ വാങ്ങുകയാണ് ചെയ്തത്. എനിക്ക് ഇവിടെ നിന്നുള്ള ടോയ്സൊന്നും അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. ഞാൻ വേറെ സ്ഥലത്തു നിന്നുള്ള ടോയ്സൊക്കെയാണ് വാങ്ങിയത് തന്നെ. ആ സ്ഥലത്തു നിന്നൊരു ഇങ്ങനെ കേൾക്കുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ലിബാമും വാങ്ങി കേട്ടോ ഞാൻ. പിന്നെ അച്ചടിക്കുന്ന പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കും. അപ്പം അത് ഞാൻ മേടിച്ചിട്ടില്ല. കാരണം എനിക്ക് മൈലാഞ്ചി ഉണ്ട്, ഞാൻ വാങ്ങി മൈലാഞ്ചി. അതുകൊണ്ട് പിന്നെ ഇതിനെ അച്ചടിക്കുന്നതെന്ന് ഓർത്തോണ്ട് ഞാൻ അച്ച് വാങ്ങിയിട്ടില്ല. പിന്നെ അച്ച് ഞാനിങ്ങനെ വാങ്ങുന്നില്ല. അച്ഛൻ തന്നെ നമ്മൾ വെറുതെ എടുക്കുന്നത്. അച്ച് വാങ്ങിയാലും പിന്നെ മൈലാഞ്ചി ഇടാൻ സ്പേസ് ഒന്നും കാണത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അച്ച് വാങ്ങിയില്ല. മൈലാഞ്ചി മാത്രം ഞാൻ വാങ്ങി. പിന്നെ ആണെങ്കിൽ ഇവിടോട്ട് വരുമ്പോഴേക്കും കുറേ കൃഷ്ണൻ്റെ ഇത് കാണാൻ പറ്റി. ഇത് കണ്ടോ, ഇവിടെ ഫുള്ളും കൃഷ്ണൻ്റെ കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളാണുള്ളത്. ഇത് കണ്ടോ, ഇവിടെയുള്ള കുറേ ഉണ്ട്. അയ്യപ്പനുണ്ട്, പിന്നെ എലിഫൻ്റ് ഉണ്ട്, പിന്നെ നല്ല കൃഷ്ണൻ്റെ ഒക്കെ വിഗ്രഹമൊക്കെ ഉണ്ട്. ഇത് ദേവികളാണ്. പിന്നെ കൃഷ്ണൻ വെണ്ണ കട്ട് തിന്നുന്നതൊക്കെ ഉണ്ട്. ഗോൾഡ് ഉണ്ട് കൃഷ്ണൻ്റെ, പിന്നെ വൈറ്റും ഉണ്ട്. പിന്നെ ഇതെന്തുവാ ഒന്നുകൂടെ, പിന്നെ വൈറ്റ് ബ്ലാക്ക് ആനയുണ്ട്. പിന്നെ അത് കണ്ടോ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു ഐറ്റംസ് ഉണ്ട്. പിന്നെ യേശു ഉണ്ട്, കണ്ടോ, യേശു ഉണ്ട്. പിന്നെ ആണെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തായിട്ട് രണ്ട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഇത് കണ്ടോ, ഇവിടെ എല്ലാ സാധനങ്ങളും ഇരിക്കുക. നിങ്ങളിപ്പോൾ വീഡിയോ കാണില്ല, അതേ രീതിയിലുള്ള ഇവിടെ ഫുള്ള് ഇരിക്കുകയാണ്. കണ്ണനും ആടും ഇരിക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്, നല്ല രസമുണ്ടാണ്. പിന്നെ കുറേ സ്ഥലത്തായിട്ട് ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇപ്പുറത്തെ സൈഡിലാണ്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കണ്ടോ. ഇവിടെയാണ് കൂടുതലായിട്ടുള്ളത് കൃഷ്ണൻ്റെ വിഗ്രഹം. പിന്നെ ഇവിടെ ഉണ്ട്, പക്ഷെ കുറവാണ്, കുറച്ചേ ഉള്ളൂ. പക്ഷെ അവിടെ കൂടുതലായിട്ടുണ്ട്, അവിടെ കൂടുതലാണ് കേട്ടോ ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് കുറേ കാഴ്ച കാണാൻ പറ്റി. പിന്നെ ഞാൻ കുറച്ച് ടോയ്സേ വാങ്ങിയിട്ടുള്ളൂ. ടോയ്സ് എന്ന് പറയാൻ പറ്റും, ടോയ്സ് ഒരെണ്ണേ ഉള്ളൂ. വേറൊന്നും ടോയ്സായിട്ട് ഞാൻ വാങ്ങിയിട്ടൊന്നും പിന്നെ ഒന്നും വാങ്ങിയില്ല. വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഗൈസ്. പിന്നെ ലിബാം ഉണ്ടല്ലോ, അത് എനിക്കുള്ളതല്ല, അത് അമ്മയ്ക്കും കൂടെ ഉള്ളതാണെന്ന് പറയുന്നത്. ഞാനല്ലേ വാങ്ങിയപ്പോൾ എനിക്കല്ലേ ഉത്തരവാദിത്വം. അപ്പോൾ എനിക്കുള്ളത് ഞാൻ. ഇത്രയുള്ള കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ടാറ്റാ ബൈ.